അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ പറയാൻ പോകുന്നൊരു വിഷയം, ആ വിഷയം സ്വാഭാവികമായിട്ടും എന്നെ വിമർശിക്കുന്നവരുണ്ടായേക്കാം, വിമർശിക്കാത്ത എനിക്ക് അനുകൂലമായി ലൈക്കടിക്കുന്നവരുണ്ടായേക്കാം. ഏതായാലും ഞാൻ ഒരു നന്മ പറയുക എന്ന് മാത്രം. മനുഷ്യന് ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ കുടിക്കുന്നത് കൊണ്ടോ തിന്നുന്നത് കൊണ്ടോ ഒന്നും ഇസ്ലാം വിലക്കിയിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ശരീരങ്ങൾക്ക് ഹാനികരമാകുന്ന കാര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം കടുത്ത വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ശബ്ദം ചിലപ്പോൾ മറ്റുള്ള അമുസ്ലിമീങ്ങൾ കേട്ടെന്നേക്കാം. ഞാൻ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇനി ഇതിൽ കാര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം, ഫുൾജാർ സോഡയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സോഡയിലേക്ക് അതിൻ്റെതായ കാര്യങ്ങൾ എത്തുമ്പോൾ അമിതവും അത് പുറത്തോട്ട് ഒഴുകി പോവുകയാണ്. അറിഞ്ഞുകൊണ്ടും ഒരു വെള്ളം പുറത്തോട്ട് പോവുക എന്നുള്ളതിന് പടച്ച റബ്ബിന്റെ കോടതിയിൽ നല്ലവണ്ണം മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് അതൊക്കെ ഇസ്റാഫ് ആകുമ്പോൾ അതിന് കുറ്റവും നമുക്കുണ്ടാവും. അതുകൊണ്ട് വെള്ളം എന്നുള്ള കാര്യം പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യം നൽകിയതാണ്. ഒരു തുള്ളി പോലും വെള്ളം നിങ്ങൾ കളയരുതെന്ന എന്തിനേറെ പറയണം. നമ്മളൊക്കെ പരിശുദ്ധമായ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ വൽ വുളൂഉ മിഫ്താഹു സ്വലാ, നിസ്കാരത്തിലേക്കുള്ള താക്കോൽ കടന്നു ചെല്ലൽ, അത് വുളൂ ആണല്ലോ. ആ വുളൂയിൽ പോലും നിങ്ങൾ 3-ലേറെ ആവരുത്. അത് കടലിൽ നിന്നാണ് നിങ്ങൾ വുളൂ എടുക്കുന്ന സമയത്ത് പോലും 3-ൽ-ഏറെ ആവരുത് എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അമിതമാകരുത് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെ അറിഞ്ഞുകൊണ്ട് പുറത്തിട്ട് പോകുന്ന രീതിയിലുള്ളതായ ഒരു കാണാൻ ഷോ കിട്ടാനും അതുപോലെ മറ്റുള്ളതിനും വേണ്ടിയിട്ട് ഒരു രസത്തിനും വേണ്ടിയിട്ട് അള്ളാഹു തന്ന നിയമത്തിനെ കളയരുത്. അത് തെറ്റാണ്, മോശമാണ്. സ്നേഹത്തോട് അറിയിക്കുകയാണ് വീണ്ടും ഒരു കാര്യം. അതുപോലെ തന്നെ ഇന്ന് സ്വാഭാവികമായിട്ടും ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയെങ്കിലും ഇത് പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിന്ന് കുടിക്കലാണ് ട്രെൻഡ് എന്നാണ് ഇപ്പോഴത്തെ ചില ആളുകൾ അത് മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് അത് കുടിക്കാറുള്ളതും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, നിന്ന് കുടിക്കുന്നത് വളരെ അപകടമാണ്. ഒരിക്കൽ ഒരു സ്വഹാബി നിന്നുകൊണ്ട് വെള്ളം കുടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഓടി വന്നു. എന്നിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, തന്റെ വിരലിട്ട് വായലേക്ക് ഇട്ടുകൊണ്ട് ആ കുടിച്ചതിനെ ഛർദിച്ച് കളയാൻ പറഞ്ഞു എന്നാണ്. ഇനി കുടിക്കരുത് എന്നല്ല പറഞ്ഞത്, കുടിച്ചതിനെ അറിയാതെ കുടിച്ചതാണ്. എന്നിട്ട് പോലും എന്ത് ചെയ്തു, കൈയിട്ടുകൊണ്ട് ആ വെള്ളത്തെ ഛർദിച്ച് കളയാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, സഹാബി നിന്നുകൊണ്ട് കുടിക്കല്ലേ, നിന്നുകൊണ്ട് കുടിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരുന്നില്ലാത്ത രോഗം കൊണ്ട്, എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു മരുന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നബിതങ്ങൾ പറയാൻ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇതിന്റെ കൂടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, മുൻകാലങ്ങളില്ലാത്ത അത്രത്തോളം ഇന്ന് ക്യാൻസർ പരതിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിന് കാര്യമായിട്ടൊരു മരുന്നുകളൊന്നും കണ്ടുപിടിച്ചില്ല എന്ന് ഇപ്പോൾ തന്നെ പറയുന്നത് നമ്മൾ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ അന്നേ പറഞ്ഞു മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കുമെന്നുള്ളത്. ധാരാളം രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പം തന്നെ നിപ്പ വൈറസ് പോലുള്ള രോഗങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത് മറ്റുള്ള മതസ്ഥരാണെങ്കിലും ശരി, നിന്ന് കുടിക്കാതിരിക്കലാണ് ശാരീരികമായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം. ഇരുന്ന് കുടിച്ചാൽ അതിൻ്റെതായ എഫക്റ്റ് നമുക്ക് കിട്ടും. നിന്ന് കുടിച്ചാൽ മാരകമായ രോഗങ്ങൾ വരുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ആളുകളോട് പറയാൻ, ഇത്തരം സോഡകളൊക്കെ കുടിക്കുമ്പോൾ ഒറ്റയടിക്കത് കുടിക്കുകയാണ് ചെയ്യുക പൊതുവെ. എന്നാൽ മുറുക്കായിട്ട് ഓരോ മുറുക്കായിട്ട് കുടിക്കണമെന്ന് ആദരവായ നിബന്ധനകൾ ഒരു നല്ല ജമീലയായ നല്ല സുന്ദരമായിരിക്കുന്ന സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് നമ്മൾ ചെയ്യാതിരിക്കരുത്. ഒറ്റയടിക്ക് കുടിക്കുന്നത് കൊണ്ട് ഇത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, കേടാണ്. അതുകൊണ്ട് മതപരമായ നിലയ്ക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അത് തെറ്റാണ്, പാടില്ല. അതുപോലെ തന്നെയാണ് എല്ലാവിധ ജ്യൂസുകളും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് എന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, എന്റെ ശരീരത്തെ ഓർമ്മപ്പെടുത്തലോടൊപ്പം എന്റെ പ്രിയം നിറഞ്ഞ കൂട്ടുകാർക്ക് ഒരസുഖം വരാതിരിക്കാനും മാരകമായ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്, ഒരു സഹപാഠി എന്നുള്ള നിലയ്ക്ക്, അതേത് മതസ്ഥനും അങ്ങനെ കൂട്ടാം. മതത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രത്യേകത വേർതിരിക്കലൊന്നുമില്ലല്ലോ. മനുഷ്യനായി ജീവിക്കാന്നാണ്. പിന്നെ അവന്റെ മതങ്ങൾ, ആ മതത്തിലുള്ള അടിസ്ഥാനങ്ങൾ അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോകണം. എനിക്കെന്റെ മതമാണ് ഏറ്റവും വലുത്, അവർക്ക് അവരുടെ മതമായിരിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. പൊതുവെ മറ്റുള്ള മതക്കാർ ഇത് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിന് അതുകൊണ്ടുള്ള നേട്ടമുണ്ടാകും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തോടൊപ്പം തന്നെ അവർക്ക് പാരത്രികமான ലോകത്തും ഇത് ഗുണം കിട്ടുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്
മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ട്രെൻഡോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അത് കൊണ്ടുവരുമ്പോഴേക്ക് അത് കണ്ടുകൊണ്ട് കുടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ കേടാക്കണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കും, ഇത് നല്ലവണ്ണം മനസ്സിലാക്കുമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആരോഗ്യമുള്ള ശരീരമായി അള്ളാഹു നമ്മുടെ ശരീരത്തെ നിലനിർത്തട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.